ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾക്കും നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിലിം മേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു കോൺഫിഡൻസ് ഉണ്ട്. ഐ റിയലി ലവ് ഈ ലവ് സ്റ്റോറീസ്, എന്താ പറയുക, ഫീൽ ഗുഡ് സിനിമകൾ എനിക്കിഷ്ടമാണ്. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് സെയിം ടൈം പാരലലി വലിയ സിനിമകളും കേരളത്തിൽ ആഘോഷിക്കപ്പെട്ട സിനിമകളൊക്കെ വന്നാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യണം. ഇപ്പോൾ ക്രിസ്മസ് സമയത്ത് ഒരു ഇട്ടിപ്പടം വരുമെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. ഐ ആം ഗ്ലാഡ്. ഈ ഇങ്ങനത്തുള്ള ഈ മലയാള സിനിമകളുടെ ഒരു പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് നമുക്ക് അത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഡെഫിനറ്റ് ആയിട്ട്. എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് ഇട്ടായിരിക്കും ഈ സിനിമ അല്ല. ഇതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ 1-2 സിനിമകളുണ്ട്. ശരിക്കും പിന്നെ ഓൾറെഡി ഒരുപാട് സിനിമകളുടെ പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ ഹനീഫ് നല്ലൊരു സ്റ്റോറി ലൈൻ സെറ്റായി കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ട്. നമ്മളതിൻ്റെ ഒരു സിനിമ കണ്ട് ഇറങ്ങുവാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. ലീഡ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അഗൈൻ അതൊരു ബാക്ക് ആൻഡ് ബാക്ക് ആക്ഷൻ മൂവി തന്നെ ആയിരിക്കും. പ്രേക്ഷകർക്കായിട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസർ എന്നുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അത് യെസ് അങ്ങനെ ആയിരിക്കണം. അത് നല്ലൊരു തീരുമാനമാണ്. എൻ്റെ ഷെരീഫ് സിനിമ ഇപ്പോൾ നമ്മളെപ്പോലെ എനിക്ക് ഷെരീഫിനോടുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ വലിയ സിനിമ പിടിപാടൊന്നുമില്ല, വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ തിയേറ്ററിൽ സിനിമ എങ്ങനെ പെർഫോം ചെയ്യണം, യൂത്ത് എന്താണെന്ന്, ബിക്കോസ് ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ് ഞാൻ ഡാൻസറും ഇപ്പോൾ എല്ലാവരും ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെയിം കൈൻഡ് ഓഫ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ഒരു ഫോക്ക് മ്യൂസിക്കൊക്കെ ഇഷ്ടമാണ്, അതേപോലെ തന്നെ കുറച്ച് മറ്റേ സൈബർ പങ്ക് മ്യൂസിക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമയിൽ നമ്മളതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ജസ്റ്റ് ദാറ്റ് ആ യൂത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഷെരീഫിനടുത്ത് പറയുമ്പോൾ ശരി അത് പൊളിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ വേറെ ഷെരീഫിൻ്റെ മുകളിൽ താഴെ ആളില്ല, എൻ്റെ മുകളിൽ താഴെ ആളില്ല. നമ്മുടെ കമ്പനിയിൽ ഉള്ളിൽ യൂസ് 2-3 എംപ്ലോയീസ് ഉണ്ട്. അതിലൊരാൾ ഞാനുണ്ട്, ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരാൾ ചർച്ച ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് വേറെ ആളോടൊന്നും ചോദിക്കാറില്ല. സോ ഇറ്റ്സ് എ ഫ്രീ ഹാൻഡ് ആക്ച്വലി. അപ്പോൾ നമ്മൾ തീരുമാനിച്ചത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ ഇനി അങ്ങോട്ട് മലയാളത്തിലും വരണം. ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വിട്ടിവിട്ട് ആക്ഷൻ പടം ചെയ്യണമെന്നാണ്. എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് ഞാൻ മറ്റേ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ്. പൃഥ്വിരാജ് കം ബാക്ക് ടു ആക്ഷൻ. എനിക്ക് ഗുണം ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പൃഥ്വിരാജ് വില്ലനായിട്ട് വരും. പൃഥ്വിരാജ് വില്ലനായിട്ട് വിളിക്കുന്നില്ല, പക്ഷേ ആർക്കും പോലത്തെ സിനിമകൾ ചെയ്യുകയാണെങ്കിൽ പോകാം.